നമസ്കാരം, ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരള MBBS BDS ഓപ്ഷൻ സമർപ്പണം 26 വരെ. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ വിദ്യാഭ്യാസ വാർത്തകൾ പരിശോധിച്ചപ്പോൾ ഏറെ പ്രാധാന്യത്തോടെ എല്ലാ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വാർത്തയാണ് MBBS BDS ഓപ്ഷൻ സമർപ്പണം 26 വരെ. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജ് പരിശോധിക്കുമ്പോൾ കേരള MBBS BDS ഓപ്ഷൻ സമർപ്പണം 26 വരെ എന്ന വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന വാർത്ത. മറ്റു മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഇപ്പോഴില്ല. നീറ്റ് UG ദേശീയ റാങ്കിംഗ് അടിസ്ഥാനമാക്കി കേരളത്തിൽ മെഡിക്കൽ ബിരുദ പ്രവേശനത്തിന് അർഹതയുള്ളവരുടെ സംസ്ഥാന റാങ്ക് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ റാങ്കിന്റെ അടിസ്ഥാനമാക്കി MBBS BDS പ്രവേശനം നടത്താനുള്ള ഓപ്ഷനുകൾ 26-ന് രാത്രി 12 മണിക്ക് മുമ്പായി സമർപ്പിക്കണം. 27-ന് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും. 29-ന് അന്തിമ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധപ്പെടുത്തും. +2-വിൽ രണ്ടാം ഭാഷയായി സംസ്കൃതം പഠിച്ചവർക്ക് 8 മാർക്ക് കൂടുതലായി നൽകി സംസ്ഥാന ആയുർവേദ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. ഇനി സീറ്റ് വിഭജനം എന്ന സബ് ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ 12 സർക്കാർ മെഡിക്കൽ കോളേജിലും 17 സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിലും BDSന്റെ 6 സർക്കാർ ഡെന്റൽ കോളേജുകളിലും 20 സ്വകാര്യ സ്വാശ്രയ ഡെന്റൽ കോളേജുകളിലും നടക്കുന്ന അഡ്മിഷൻ ഈ അലോട്ട്മെന്റിൽ പെടുന്നതാണ്. ഓരോ കോളേജിലെയും സീറ്റുകളുടെ എണ്ണം വിജ്ഞാപനത്തിലുണ്ട്. ഇതുകൂടാതെ വിശേഷ സംവരണമുള്ള 2 കോളേജുകളെ പറ്റി പറഞ്ഞിരിക്കുന്നു. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് പട്ടികജാതി 70%, പട്ടികവർഗം 2%, ജനറൽ മെറിറ്റ് 13%, ഓൾ ഇന്ത്യ കോട്ട 15%. രണ്ടാമത്തെ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലം, സംസ്ഥാന കോട്ട 50%, ESIC കോട്ട 35%, ഓൾ ഇന്ത്യ കോട്ട 15%. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസിനെ പറ്റി ഒരു സബ് ഹെഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപ ഓൺലൈനായിട്ടോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കാം. പട്ടിക വിഭാഗം, OEC, ജുവനൈൽ, നിർഭയ, ശ്രീധര ഹോം നിവാസികൾ എന്നിവർക്ക് 500 രൂപ ഫീസ് അടച്ചാൽ മതി. 5000 രൂപ കോളേജിൽ ചേരുന്നവരുടെ ട്യൂഷൻ ഫീയിലും 500 രൂപ കോഷൻ ഡിപ്പോസിറ്റിലും ഈ തുക വകവയ്ക്കും. സെലക്ഷൻ കിട്ടാത്തവർക്ക് പ്രവേശന നടപടികൾ തീർന്നതിന് ശേഷം തിരികെ തരും. സെലക്ഷൻ കിട്ടിയിട്ട് യഥാസമയം കോളേജിൽ ചേരാത്തവരുടെയും ചേർന്നിട്ട് വിട്ടുപോരുന്നവരുടെയും രജിസ്ട്രേഷൻ ഫീസ് പിഴത്തുകയായി എടുക്കും. ഇനി ടോക്കൺ ഫീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്നവർ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ട തുകയാണ് ടോക്കൺ ഫീസ്. സർക്കാർ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നവർ മുഴുവൻ ഫീസും അടയ്ക്കണം. സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നവർ 1 ലക്ഷം രൂപയും NRI സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർ 5 ലക്ഷം രൂപയുമാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. സംവരണ വിഭാഗത്തിലുള്ളവർ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി ഓപ്ഷൻ സമർപ്പണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. കോഴ്സും കോളേജും സംബന്ധിച്ച താല്പര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ഓൺലൈനായി സമർപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. അലോട്ട്മെന്റ് കിട്ടിയാൽ ചേരുമെന്നുറപ്പുള്ള ഓപ്ഷനുകളാണ് ആദ്യം സമർപ്പിക്കേണ്ടത്. സർക്കാർ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ ഫീസ് നിരക്കുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പരിശോധിച്ചതിന് ശേഷം വേണം ഓപ്ഷനുകൾ സമർപ്പിക്കാൻ. ഉയർന്ന ഫീസുള്ള ഓപ്ഷൻ ആദ്യം കൊടുത്ത് അത് കിട്ടിയാൽ പിന്നെ അതിന് താഴെയുള്ള ഫീസ് കുറഞ്ഞ ഓപ്ഷനിൽ അർഹതയുണ്ടെങ്കിലും സെലക്ഷൻ കിട്ടില്ല. നിർദ്ദിഷ്ട സമയത്ത് ഫീസ് അടച്ച് കോളേജിൽ ചേരാത്തവരെ സിസ്റ്റത്തിന് പുറത്താക്കും. പിന്നീട് അവസരം കിട്ടില്ല. കൂടാതെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ സർക്കാരിൻ്റെയും സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെയും ഫീസ് നിരക്കുകൾ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MBBSന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ 23,150 രൂപ വാർഷിക ഫീസ്, BDSനാവട്ടെ 20,840 രൂപയും. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ വിവിധ കോളേജുകളിലെ ഫീസ് നിരക്കിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടിയ ഫീസ് വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ്, 8,44,551 രൂപ. കോഴിക്കോട് KMCTയിൽ 7,68,880 രൂപയും. പുഷ്പഗിരി, തിരുവല്ല, തൃശൂർ അമല, തൃശൂർ ജൂബിലി, കോലഞ്ചേരി മലങ്കര, കൊല്ലം ട്രാവൻകൂർ, തിരുവല്ല ബിലീവേഴ്സ്, കാരക്കോണം സോമർവൽ, മലബാർ കോഴിക്കോട്, തൊടുപുഴ അല്ലസർ, പെരിന്തൽമണ്ണ EMS, കൊല്ലം അസീസിയ തുടങ്ങിയ കോളേജുകളിൽ 7,77,179 രൂപയും. പത്തനംതിട്ട മൗണ്ട് സിയോണിൽ 7,71,370 രൂപയും. തിരുവനന്തപുരം ഗോകുലത്തിൽ 7,34,852 രൂപയും. ഏറ്റവും കുറഞ്ഞ
ഫീസ് നിരക്കുള്ളത് പാലക്കാട് PK ദാസ് 7,05,805 രൂപയുമാണ്. ഇത് വിവിധ ഫീസ് നിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കൂടാതെ 2023 രണ്ടാം അലോട്ട്മെന്റിൽ പ്രവേശനം കിട്ടിയ അവസാന റാങ്ക് ഡീറ്റെയിൽസ് ഒരു പട്ടിക രൂപത്തിൽ ഇന്ന് മനോരമ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ പ്രോഗ്രാമുകൾ വിവിധ കാറ്റഗറിയിൽ തരംതിരിച്ച്, അതായത് MBBS, BDS, ആയുർവേദം, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്ററിനറി, ഹോമിയോ, ബയോടെക്, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഫോറസ്ട്രി തുടങ്ങിയ വിവിധ പ്രോഗ്രാമുകൾ വിവിധ കാറ്റഗറി തിരിച്ച് കിട്ടിയിരിക്കുന്ന അവസാന റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് MBBSന് ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക് 833 ആണെങ്കിൽ അത് സ്വകാര്യ സ്വാശ്രയ കോളേജിൽ 9,473 MBBS അഡ്മിഷൻ കിട്ടി. അതേസമയം പത്രം പറയുന്നു മൂന്നാം അലോട്ട്മെന്റിൽ ഈ തന്നിരിക്കുന്ന പട്ടികയിലുള്ളതിനേക്കാൾ കുറഞ്ഞ റാങ്കുകാർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 833 മാർക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയെങ്കിൽ മൂന്നാം അലോട്ട്മെന്റിൽ അത് 864 റാങ്കുള്ളവർക്കും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ 9,760 റാങ്കുള്ളവർക്കും അഡ്മിഷൻ കിട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ഈ ഓപ്ഷൻ സമർപ്പണം വിനിയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.